ജാവയുടെ വണ്ടിന്റെ പ്ലഗ് സ്പാർക്ക് പ്ലഗ് കൊണ്ടുവച്ച സ്ഥലം കണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് റെട്രോസ്റ്റിൽ കീപ്പ് ചെയ്താണ് ഇവര്. ആ എഞ്ചിന്റെ പഴയ ജാവയിലൊക്കെ എഞ്ചിൻ ചെറിയ എഞ്ചിനായിരുന്നു, അതുകൊണ്ടാണ് RX100 ടൈപ്പ് പ്ലഗ് കൊടുത്തത്. ഒരു പ്ലഗിന്റെ സ്ഥലം കൊടുത്തത്. അതിന് ഈ പ്ലഗ് അയക്കണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ടാങ്ക് അയക്കണം. മാത്രല്ല ഇത് അയച്ചിങ്ങോട്ട് വെളിയിൽ എടുക്കണമെങ്കിൽ ഒരു 1.5 പണിയാ. ഇതൊക്കെ ലൈനിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാല് കസ്റ്റമർ കിടന്ന് ബുദ്ധിമുട്ടും. ഇതുണ്ടോ, നേരെ ഇവിടെ ഇതൊന്ന് പൊക്കുന്നിടത്തൊക്കെ ചേസാണ്. ഇത് ചെരിച്ച് വളച്ച് പിടിച്ച് ഒടിച്ച് എടുക്കണം. അപ്പൊ ഇതിനൊക്കെ റോയൽ എൻഫീൽഡ് നമിക്കണം. അതായത് റോയൽ എൻഫീൽഡുമായിട്ടാണ് ജാവനെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അത് വെറുതെയാണ്. കാരണം റോയൽ എൻഫീൽഡും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. നോക്കട്ടോ, നിങ്ങൾക്ക് വൈകി കുടുങ്ങി കഴിഞ്ഞാൽ ജാവ വൈകി കുടുങ്ങി കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് അയക്കണമെങ്കിൽ ടാങ്ക് അയച്ചാൽ മാത്രം പോരാ. ഇതൊക്കെ നയിക്കണമെങ്കിൽ അയച്ച് പുറത്തെടുക്കണമെങ്കിൽ വെളിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും ലെങ്താ, പുറത്തേക്ക് വരില്ല. എങ്ങനെ ഇതിലൂടെ എടുത്തു കഴിഞ്ഞാലും പുറത്തേക്ക് വരൂല.